ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ കാസറ്റ് അഥവാ അബ്ദുൾ ഹക്കീം എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് ഈ എൻ്റെ കാസറ്റ് എന്ന് പറയുന്നത്. എൻ്റെ കാസറ്റ് കുറേ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാറുണ്ട്, പുറത്തേക്ക് വരാത്ത കുറേ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന പരിപാടികളുണ്ട്. അങ്ങനെ അതേ പുള്ളിയുടെ തന്നെ കുറേ അക്കൗണ്ടുകൾ പൂട്ടിപ്പോയിട്ടുമുണ്ട്. ഓരോന്ന് പൂട്ടുമ്പോഴും പുതിയതുമായിട്ട് പുള്ളി വരുന്നു. ഇപ്പോൾ എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന അബ്ദുൾ ഹക്കീമിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അനന്തു വന്നിരിക്കുകയാണ് രംഗത്ത്. എൻ്റെ കാസറ്റ് പറയുന്ന കാര്യങ്ങൾ പക്ക അല്ല, ആള് പറയുന്ന കാര്യങ്ങൾ ഒരു ജെനുവിനിറ്റി ഉള്ളതല്ല, ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു തട്ടിപ്പും പരിപാടികളും നടന്നതായിട്ടും പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ഇത് പറയുന്നത് നമ്മുടെ പെപ്പയെ കുറിച്ചാണ് പറയുന്നത്. പെപ്പെ, ഹനാൻ ഷാ, അബ്ദുൾ ഹക്കീം എന്നിവർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഡോക്ടർ ഡ്രേക്ക് പറയുന്നത്, അതായത് അനന്തു പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. Meet Hanan Shah, Abdul Hakim and Sharif Mohammed. This video is not a defamation. This video talks about serious allegations such as blackmailing, extortion and hawala money transfers. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൾ ഹക്കീം പറയുന്നു ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൾ ഹക്കീം മേടിച്ചിരിക്കുന്നത്. ഹക്കീം പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെപ്പയും പിന്നെ ആൾക്കാരുമായിട്ടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഹക്കീമിന് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മലയാളത്തില് എഴുതി തന്നു, നീ ഇതേപോലെ വോയിസ് അയക്കണം, ഞാൻ അതേപോലെ തന്നെ ഇങ്ങനൊരു ഇഷ്യൂസ് ഉണ്ടാവത്തില്ല, ഞാനും എന്താ വിചാരിക്കുന്നത് പൈസ വാങ്ങിക്കത്തില്ല, നമ്മൾ അങ്ങനെ മൈൻഡിൽ പോലും പോകുന്നില്ല ഇങ്ങനൊരു സംഭവം. അപ്പൊ ഈ ഹക്കീം പറഞ്ഞ സാധനം അതേപോലെ വായിച്ചു കൊടുക്കുന്നതിനകത്ത് ഒരു ഓൾട്ടീരിയർ മോട്ടീവും താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവനെ എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൾ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. ഹനാൻ ഷാന്റെ ഫ്രണ്ട് അല്ലേ സവാദ്? അങ്ങനല്ലേ? എനിക്ക് അതെ അല്ലേ? ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആർക്കും എന്തു വേണമെങ്കിലും വിളിച്ചു പറയാം. കാരണം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയ കിട്ടുന്നുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പറയുന്ന കാര്യങ്ങളിൽ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ, അത് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ മറ്റോ ആണെങ്കിൽ അവർക്ക് അതിനെതിരെ കേസിന് പോവാം. ഒരുപാട് കാര്യങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറെ കാര്യങ്ങൾ നമ്മൾ കുറച്ചു പേരെ എക്സ്പോസ് ചെയ്യാം. വെറുതെ വന്നിട്ട് വായിട്ട് അലയ്ക്കാം, ഒരു തെളിവും ഇല്ലാതെ ചുമ്മാ വന്നാൽ അലച്ചാലും പറയാൻ കേൾക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിലുണ്ടല്ലോ ആ ഒരു ഇതാണ്. പിന്നെ സംസാരിക്കുന്നതിൽ ഒരു ഭയങ്കര സീരിയസ്നെസ് കൊടുത്ത് കുറച്ച് ജെന്യുവൻ ആയിട്ട് കാണിക്കുവാണെങ്കിൽ വിശ്വസിക്കും. ഈ എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന അബ്ദുൾ ഹക്കീം ഒരുപാട് പേരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പുള്ളി എക്സ്പോസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കുറച്ച് വോയിസ് നോട്ട്സ് കൊണ്ടുവരും, പിന്നെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് കൊണ്ടുവരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോസ് കാണുന്ന ആളുകൾ വിചാരിക്കും ഇന്നയാള് ഭയങ്കര മോശപ്പെട്ടവനാണ്. കാരണം ഏതെങ്കിലും രീതി സമൂഹത്തിൽ 10 പേർ അറിയുന്ന ഒരാളെ കുറിച്ചായിരിക്കും ഇവർ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തെക്കുറിച്ചോ വ്യക്തികളെ കുറിച്ചോ ഒക്കെ ആയിരിക്കും. ഇവിടെ സംഭവിച്ചത് മലയാളത്തിന്റെ ഒരു പ്രിയതാരമായ ആന്റണി വർഗീസ് എന്ന പെപ്പയെ കുറിച്ച് നേരത്തെ വന്നിരുന്ന ഒരു അലിഗേഷനാണ്. ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു അലിഗേഷൻ, ഒരു വാട്സാപ്പ് ചാറ്റും വോയിസ് നോട്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നായിരുന്നു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പം പെപ്പയ്ക്ക് എതിരായിട്ടാണ് കാര്യങ്ങളെല്ലാം വന്നിരുന്നതെങ്കിലും ശരിയാണ്, അതിനകത്ത് നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം പെപ്പയ്ക്കെതിരെയാണ്. പക്ഷെ പെപ്പെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം നമ്മൾ രണ്ട് കൈയും തമ്മിൽ കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ പെപ്പെ സൈലന്റ് ആയി. ആ സമയത്ത് പെപ്പയ്ക്കെതിരെ കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റി ചർച്ച ചെയ്തിട്ടൊക്കെയുള്ളതാണ്. പക്ഷേ ഈ വിക്ടിമായിട്ടുള്ള അല്ലെങ്കിൽ ഈ
പരാതി പറയുന്ന അവർ പറയുന്നത് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുത്തു, കേസെടുത്തില്ല. അങ്ങനെ അത് വലിഞ്ഞ് അവസാനം എന്താ പറയുന്നേ, സംഗതി അവർക്കും താല്പര്യമില്ലാത്തൊരു രീതി വന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇവര് അബ്ദുൾ ഹക്കീം എന്ന് പറയുന്ന ഈ ഒരു ഇൻഫ്ലുവൻസറെ തേടുന്നത്. കാരണം ഇങ്ങനെ ഒരു കുറ്റാന്വേഷകനാണെന്ന് സ്വയം ആരോപിക്കുന്ന അല്ലെങ്കിൽ സ്വയം അവരോധിക്കുന്ന ഒരാളാണല്ലോ അയാള്. ഇന്നപോലെ ഒരു നിയമത്തിന്റെ വശങ്ങളോ, നമുക്കിവിടെ നിയമ സംവിധാനങ്ങളുണ്ട്, പോലീസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ന്യൂസ് ചാനല്. നമുക്ക് മറ്റൊരു കാര്യമുള്ളത്, ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതുപോലെ ഒരു ഫോണും ഉണ്ടെങ്കിൽ ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന ഒരു കാര്യമാണ്. കുറച്ച് സീരിയസ് ആയിട്ടിരുന്ന് അവരങ്ങനെ ചെയ്തു, ഇവരങ്ങനെ ചെയ്തു, എൻ്റെ കയ്യിൽ ഇന്ന പോലെ തെളിവുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്തും കുറച്ച് തെളിവുകൾ ഉണ്ടാക്കാം. ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനങ്ങളുള്ള സമയത്ത് നമുക്ക് ആർക്കെതിരെയും പടച്ചുവിടാം. ഇനി സൗണ്ട്, ഓഡിയോ മെസ്സേജ് ആണെങ്കിൽ പോലും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ ഒരു സാങ്കേതിക വിദ്യ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പെപ്പയ്ക്കെതിരെയുള്ള കുറെ ആരോപണങ്ങൾ വരുന്നതും. അതിനുശേഷം നമ്മൾ ഈ കണ്ട വീഡിയോയ്ക്കകത്ത് കണ്ട കാര്യങ്ങൾ, അതായത് അനന്തു സുരേഷ് അനന്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പെപ്പയ്ക്കെതിരെ ഈ കേസ്, അതായത് കേസ് പിൻവലിക്കാനും, അതായത് ഈ ഒരു വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പെപ്പയുടെ കയ്യിൽ നിന്നും ആന്റണി വർഗീസിന്റെ കയ്യിൽ നിന്നും, അതായത് ആന്റണി വർഗീസ് എന്ന് പേരുള്ള, പെപ്പ എന്ന് വിളിപ്പേരുള്ള സിനിമാ നടന്റെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ ഒന്നും അറിയാത്ത എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഈ അബ്ദുൾ ഹക്കീം തട്ടിയെന്നാണ് പറയുന്നത്. അതിന്റെ കുറെ പ്രൂഫുകളും കാര്യങ്ങളും ഒക്കെ പുള്ളി ഇവിടെ നിരത്തുന്നുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് കണ്ടവർക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുടുങ്ങും. ഇതിൻ്റെ അകത്ത് പെട്ടിരിക്കുന്ന ആൾക്കാർ കുടുങ്ങും. പ്രത്യക്ഷത്തിൽ ഈ വീഡിയോയിൽ പറയുമ്പോൾ പെപ്പയുടെ കാര്യങ്ങൾ അവിടെ ഒരു സൈഡിലോട്ട് മാറി നിൽക്കുകയാണ്. കാരണം ആ വിക്ടിമായിട്ടുള്ള കുട്ടി കേസുമായിട്ട് മുൻപോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് പോലീസ് എടുത്തിട്ടില്ല. നമ്മുടെ നിയമ സംവിധാനം അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെ ഒരുക്കുന്ന സാഹചര്യത്തിൽ ഒരു എന്താ പറയുന്നത്, ഈ കേസ് എടുക്കാത്ത സാഹചര്യത്തിൽ അലിഗേഷൻസ് വെച്ച് നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരു കേസ് എടുത്ത് FIR ഒക്കെ ഇട്ട കേസാണെങ്കിൽ, FIR ഇട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതൊന്നും എക്സ്പോസ് ആവുള്ളൂ. പക്ഷെ ഇത് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു ചാനലുകളിൽ പോലും വന്നില്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് ഇതുപോലെയുള്ള എൻ്റെ കാസറ്റ് പോലെയുള്ള ആളുകൾ വന്നിരുന്നിട്ട് മറ്റേ നീയാണോ കോടതി എന്ന് നമ്മൾ ചോദിക്കും നീയാണോ കോടതി എന്ന്. ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള സമയത്ത് ഓരോ കാര്യങ്ങൾ ഇട്ട് വളരെ സീരിയസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പെപ്പയ്ക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ വരെയും ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന്, വിക്ടിമായ കുട്ടിയുടെ കയ്യിൽ നിന്നും ഈ ശബ്ദരേഖയും മറ്റു കാര്യങ്ങളും എല്ലാം വാങ്ങി കുറച്ച് കാര്യങ്ങൾ അവർ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതികളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതിന്റെ ഇടയിൽ മീഡിയേറ്റർ ആയിട്ട് ഇയാൾ നിന്ന് കളിച്ച് പെപ്പയുടെ കൈവശത്ത് നിന്ന് 25 ലക്ഷം രൂപ തട്ടിയെന്നാണ് പറയുന്നത്. അതായത് പെപ്പയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കേസ്, പുള്ളിക്ക് നേരെ ഒരു അമ്പ് വന്നിട്ടുണ്ടെങ്കിൽ, അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഒരു അമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ അമ്പിനെ തടുക്കാൻ കാശ് മുടക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി മുടക്കി കാണും. ഇതെല്ലാം മുടക്കി കാണും എന്ന് പറയുന്നതിന് കാരണം ഇവിടെ കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഹനാൻ ഷാ എന്ന് പറയുന്ന ഗായകൻ പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിന്റെ എല്ലാം മീഡിയേറ്റർ ആയിട്ട് ഹനാൻ ഷാ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. മാർക്കോട് പ്രൊഡ്യൂസർ ഷെരീഫിന്റെ പേര് പറയുന്നു. ഇതെല്ലാം പേരുകൾ പറയുന്നു എന്ന് മാത്രമല്ല, ആ കൂട്ടത്തിൽ കുറച്ച് സ്ക്രീൻഷോട്ട്സ്, അതായത് ഫണ്ട് ട്രാൻസ്ഫർ ആയതിന്റെ കണക്കുകൾ വരെ പറയുന്നുണ്ട്. ഇവിടെ കോടതിയും കേസും ഉള്ള ഒരു സാഹചര്യത്തിൽ, അതായത് പോലീസ്, കോടതി, കേസ് എന്നുള്ള ഒരു നിയമ സംവിധാനം ആ ഒരു വഴിക്ക് കാര്യങ്ങൾ നീങ്ങാത്ത പക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് 10 പേരെ കാണിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹക്കീം എന്ന് പറയുന്ന ഇദ്ദേഹം കുറെ സ്ഥലങ്ങളും കുറെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഒന്നെങ്കിൽ പുള്ളി ഒരു ന്യൂസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സുഖമല്ലേ? ഒരാളെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് ഇച്ചിരി കാശെടുത്ത് വീശിക്കഴിഞ്ഞാൽ, കാശ് വീശടാ കോശി എന്ന് പറയുന്ന പോലെ കാശ് വീശിക്കഴിഞ്ഞാൽ സംഗതി ഈ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടല്ലോ. അവിടെ ചിലയിടത്ത് ഹക്കീം എന്ന് പറയുന്ന ആള് പൂട്ട് വീണ. ഇദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം ഇദ്ദേഹം ഇങ്ങനെ കുറെ പേരെ എതിരെ, കുറെ ആളുകൾക്കെതിരെ പുള്ളി ഇങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടെന്ന് ഓരോരുത്തരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഈ ഒരു സംവിധാനം, ഇതിന്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ അവർക്കെതിരെ ഒരു കേസ് FIR ഇടാത്ത പക്ഷം
ഇങ്ങനൊരു സംഭവം ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ സംസാരിക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. ഇപ്പം മറ്റേ സിനിമാ താരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹം സൈലന്റാ, അദ്ദേഹം ഇതിന്റെ പുറകെ പോകുന്നില്ല. പണ്ട് നിവിൻ പോളി ഓർക്കുന്നുണ്ടോ? നിവിൻ പോളിക്കെതിരെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് അന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ചു പറഞ്ഞ് പുള്ളിക്കെതിരെ വന്ന ആരോപണങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം, മടിയിൽ കനമില്ലാത്തവനൊന്നും പേടിക്കേണ്ട കാര്യമില്ല, അതാണ് അതിൻ്റെ ഒരു കാര്യം. നിവിൻ പോളി വന്ന് പൊട്ടിച്ചു. ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമാ താരത്തിനെതിരെ വന്ന നമ്മൾ പറഞ്ഞ പെപ്പയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെപ്പയ്ക്ക് കേസ് കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഹനാൻ ഷാ എന്ന് പറയുന്ന ഗായകന്റെ പേര് വന്നിട്ടുണ്ട്. ഹനാൻ ഷാ, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചത് കുറച്ച് ഇദ്ദേഹത്തിന്റെ ഡ്രേക്കിന്റെ വീഡിയോ മാത്രമല്ല, നമുക്കറിയാം സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗറുണ്ട്. പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, കാരണം ഈ പുള്ളി 3-4 കൊല്ലമായിട്ട് ഈ ഒരു റിയാക്ഷൻസ് പ്ലസ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ അടുക്കൽ ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കേസോ അല്ലെങ്കിൽ ഇന്ന പോലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ സംസാരിക്കും. പുള്ളിയുടെ കാര്യങ്ങൾ പുള്ളി പറയുകയും ചെയ്യും. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു രേഖകളുടെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ അസംഷൻസ് നമ്മൾ പറയുന്നത്. അതായത് ഇതൊന്നും ശരിയാകണമെന്നില്ല. ഞാൻ അസ്യൂം ചെയ്യുന്നത്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഏറ്റവും ഫൈനലായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിൻ്റെയൊക്കെ പേരിൽ കേസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. കുറച്ച് നാളത്തെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജ് കുറച്ചൊന്ന് 10 പേര് കാണാനും, ഉയ്യോ ഇവൻ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ 10 പേർക്ക് വേണേൽ മോശമാക്കാം, അവൻ അങ്ങനത്തെ ഒരുത്തനാ എന്നൊക്കെ പറയിപ്പിക്കാം. ഒരു നല്ല മനുഷ്യനായിട്ടുള്ള നല്ല ക്ലീൻ ഇമേജ് ഉള്ള ഒരുത്തനെ നശിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മതി. ഇനി ഡോക്ടർ ഡ്രേക്കിന്റെ കാര്യം, ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന ആള് അനന്തോ ഇതുപോലെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്, വീഡിയോസുമായിട്ട് വരുന്നത്. പുള്ളി എൻ്റെ കാസറ്റിനേക്കാളും മുന്നേ വന്നതെന്ന് തോന്നുന്നു അനന്തു. ഇവരെല്ലാം ചെയ്യുന്ന ഒരേ പാറ്റേൺ എന്ന് വെച്ചാൽ ഇവർക്ക് എവിടുന്നേലൊക്കെ എവിഡൻസോ കാര്യങ്ങളോ കിട്ടും, അത് വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു വ്യക്തമായ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിയമത്തിന്റെ വഴിയെ പോയാലേ നടക്കുള്ളൂ. നിയമത്തിന്റെ വഴിക്കൊന്നും പോകാതെ കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനം ഇല്ലാതാവും. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിയമത്തിന്റെ വഴിക്ക് പോയിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല.